നയനയാണെങ്കിൽ ദേവ്യാനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നയനയെ കാണുന്ന ദേവ്യാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ എന്റെ അടുത്തോട്ട് വന്നത്? അത് പിന്നെ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എന്താന്ന് വെച്ചാലേ വേഗം പറഞ്ഞിട്ട് പോ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നെ എനിക്ക് ഒരുപാട് നേരം കണ്ടിരിക്കാൻ പറ്റില്ല എന്ന്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറ. അല്ല, അമ്മയല്ലേ പറഞ്ഞത് ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന്? അമ്മയ്ക്ക് ലിവർ തന്ന പെൺകുട്ടി. ആ, ഞാൻ കണ്ടെത്തി. അതിനിപ്പോ എന്താ? അല്ല അമ്മേ, ഇപ്പത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തട്ടിപ്പിനും വെട്ടിപ്പിനും നടക്കുന്ന കുട്ടിയല്ല ആ കുട്ടി. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവൻ വരെ തന്ന കുട്ടിയാ. ആ നല്ല മനസ്സുള്ള കുട്ടിയെയാ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയോട് ആരാ ഇക്കാര്യം പറഞ്ഞത്? അതൊന്നും ഇപ്പൊ നീ അറിയണ്ട. നിങ്ങളാരും എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്കറിയായിരുന്നോ ആ കുട്ടി ആരാണെന്ന്? ഇല്ലമ്മേ, എനിക്കറിയില്ല. പിന്നെന്താ, എന്റെ അടുത്ത് ആരും പറഞ്ഞിരുന്നില്ല ആ കുട്ടിയുടെ ഒരു വിവരവും. എന്നാലേ ഞാൻ തന്നെ അന്വേഷിച്ചിട്ടാ ആ കുട്ടിയെ കണ്ടെത്തിയത്. നിങ്ങളാരും എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടെത്താനേ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയത്. ഇനിയിപ്പോ ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യണം എന്ന് ദേവ്യാനി പറയുന്നുണ്ട്. അമ്മേ, അതല്ല അമ്മേ, ഇന്നത്തെ കാലത്ത് ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് വരെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ലാത്ത കാല. അതുകൊണ്ട് പറയുന്നതാ, അമ്മ ഒരു തട്ടിപ്പിലും പോയി വീഴരുത്. എനിക്കറിയാം എന്നെ സൂക്ഷിക്കാനായിട്ട്. നീ കൂടുതലായിട്ടേ എന്നോടൊന്നും പറഞ്ഞു തരണ്ട എന്നും പറഞ്ഞ് ദേവ്യാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ നയന ആകെ കൂടെ സങ്കടപ്പെട്ട് മുത്തശ്ശിയുടെ അടുത്തോട്ടായിരിക്കും ചെല്ലുന്നുണ്ടായിരിക്കുക. മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, അമ്മ എന്തെങ്കിലും മുത്തശ്ശിയോട് വന്ന് പറഞ്ഞോ? ഇല്ലല്ലോ മോളെ, ഒന്നും പറഞ്ഞില്ല. അമ്മ പറയുന്നത് ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്നാ. ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്നോ? അപ്പോൾ മോളെ അമ്മ തിരിച്ചറിഞ്ഞോ? എന്നെയല്ല, എന്നെയാ കണ്ടെത്തിയിരുന്നെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് പറയേണ്ടതല്ലേ? ആരോ അമ്മയെ പറ്റിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ളവർ തന്നെയായിരിക്കും. ഇവിടെയുണ്ടല്ലോ കള്ളനും കളികളും ഒക്കെ, അവർ തന്നെയായിരിക്കും അതിന് പുറകില്. ഞാൻ കരുതിയത് അമ്മ അക്കാര്യം വിട്ടെന്നാ. പക്ഷേ അമ്മ നമ്മളറിയാതെ അതൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാ ഇത് കണ്ടെത്തിയത്. ആരോ അമ്മയെ നല്ല പോലെ പറ്റിക്കുന്നുണ്ട് അച്ഛമ്മേ. ആരാണെന്ന് അറിയില്ല മോളെ. അവൾക്കാണെങ്കിൽ ആ കുട്ടിയെ കാണണമെന്നും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും വല്ലാത്ത ആഗ്രഹം തന്നെയായിരുന്നു. ഇനിയിപ്പോ ഏതെങ്കിലും ഒരാള് ഒരു കുട്ടിയെ മുൻപിൽ നിർത്തിയാല് ആ 50 ലക്ഷം രൂപയും അവൾക്ക് കൊടുക്കും. അതുമാത്രമല്ല, അവൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ കുട്ടിക്കുള്ളതായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ പറ്റിക്കാനൊന്നും സമ്മതിക്കില്ല. എന്തായാലും ചെക്ക് കൊടുത്താൽ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യും. ആ സമയത്ത് ആരുടെ അക്കൗണ്ടിലോട്ടാണോ ആ പൈസ പോയത് ആ വഴിക്ക് പിടിക്കാം. പിന്നെ അഴി എണ്ണേണ്ടി വരും. അങ്ങനെ എൻ്റെ അമ്മയെ പറ്റിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അഭിയായിരിക്കും. അഭി ശരണ്യയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ പറ്റിച്ചു പോയ സമയത്ത് അവൾക്ക് ഒരുപാട് സങ്കടമായിരുന്നു. എന്നാൽ ഇങ്ങനൊരു കാര്യം ചെയ്യണോ? അത് പിടിക്കപ്പെട്ടാൽ എൻ്റെ മോൾക്ക് കൂടെ അത് പ്രശ്നമല്ലേ? എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കാതെ ഒന്നും ആവില്ല. ഞാനവളെ പറ്റിച്ചെന്നുള്ളത് ശരിയാ. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു ഓഫർ അവൾക്ക് ഞാൻ കൊടുത്തത്. അവൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ശരണ്യാണെങ്കിൽ ചായയായിട്ട് വരുന്നുണ്ട്. നീ അങ്ങനെ കൂടുതൽ സംസാരിക്കണ്ട. എനിക്ക് കിട്ടുന്നതിൻ്റെ 4 ഇരട്ടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അത് നീ മറക്കണ്ട. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, റിസ്ക് മുഴുവൻ എനിക്കാ. ഒരു മുതലാളി എന്ന നിലയ്ക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും അത് എൻ്റെ തലയിലാ. ലാഭം വന്നാലും അപ്പം അത് എനിക്ക് തന്നെയല്ലേ കൂടുതൽ വേണ്ടത്. തൊഴിലാളി ആ ജോലി അങ്ങ് ചെയ്താൽ മതി. കൃത്യമായിട്ട് പൈസ അങ്ങ് തരും. നിന്റെ അമ്മായി എന്നെ വിളിച്ച സമയത്തെ എൻ്റെ കയ്യും കാലും വിറയ്ക്കുമായിരുന്നു. നീ എല്ലാം കോളാക്കിയനെ നിന്റെ പേര് പറഞ്ഞിട്ട്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ നയന എന്ന് പറയാൻ. പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്കങ്ങ് വന്നില്ല, അതുകൊണ്ടങ്ങ് പറഞ്ഞതാ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വല്യമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ എല്ലാം അവിടെ തീർന്നേനെ. ഇനി നാളെ വരുമ്പോഴും ഇതുപോലെ പൊട്ടത്തരങ്ങളൊന്നും നീ പറയരുത്. അപ്പോ നാളെ തന്നെ പൈസ കിട്ടുമോ? നാളെ തന്നെ തരും. അതിനു പുറമെ വീണ്ടും ഇതുപോലെ വല്യമ്മയോട് ചോദിച്ചാല് വല്യമ്മ വീണ്ടും തരും. അഥവാ പിടിക്കപ്പെട്ടാലോ? പിടിക്കപ്പെട്ടാൽ എൻ്റെ കാര്യം പോക്കാ. നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, എനിക്കാ പ്രശ്നം മുഴുവനും എന്നും പറഞ്ഞ് അഭി അങ്ങ് പോകുന്നുണ്ട്. എന്നാ ശരണ്യയുടെ അമ്മ ശരണ്യോട് പറയുന്നുണ്ട്, മോളെ നീ അവനെ വിശ്വസിക്കരുത്. അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നവനല്ല. എനിക്കറിയാമേ അതങ്ങനെ തന്നെയാണെന്ന്. പിന്നെ പേടിക്കാനൊന്നുമില്ല. ചെക്ക് എൻ്റെ കയ്യിലല്ലേ തരാ. ഞാനല്ല ബാങ്കിലോട്ട് പോവാ. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും അമ്മ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞ് ശരണ്യയും പോകുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് ജലജയായിരിക്കും. ജലജയോട് പറയുന്നുണ്ട്, അബി എല്ലാ കാര്യങ്ങളും ഓക്കെയാ. നാളെ തന്നെ വല്യമ്മയെ കൊണ്ടുപോയി കാണിക്കണം. വല്യമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് ആരോടും ഇക്കാര്യം പറയണ്ട എന്നാ. അത് തന്നെയാ നല്ലത്. നമുക്കെന്തായാലും
കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അതിപ്പോ ഈ രീതിയിലാണെങ്കിൽ അത്രയും നല്ലത്. അവളെ വെച്ച് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. ഇതെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ടായിരിക്കും. അമ്മയുടെയും മകന്റെയും ഒരു വലിയ പ്ലാനാണ് ഇതെന്ന് ദേവയാനിക്ക് മനസ്സിലാവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവയാനി റെഡിയായി ഇറങ്ങുന്നുണ്ട്. പുറത്താണെങ്കിൽ ജാനകി പത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ജാനകിയോട് ദേവയാനി പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്തോട്ട് പോവാ. അല്ല, ഏടത്തി അമ്പലത്തിലോട്ടാണ് പോകുന്നത്? അല്ല, അമ്പലത്തിലോട്ടല്ല, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനല്ലോ. വേണ്ട, ഞാൻ പൊക്കോളാം. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഇന്ന് നീ അടുക്കള കയറണം. നീയും ജലജയും ചേർന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്ക്. ആ ഏട്ടത്തി, അതൊക്കെ ഞങ്ങൾ തയ്യാറാക്കിക്കോളാം. ഏട്ടത്തി വേഗം പോയിട്ട് വാ, ഞാൻ പോയിട്ട് വരാം. ഒരു 2 മണിക്കൂർ, അതിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും എന്നും പറഞ്ഞ് ദേവിയാനി ഇറങ്ങുന്നുണ്ട്. എന്നാ ജലജ ജാനകിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാന്നറിയില്ല, ഏതോ ഫ്രണ്ടിനെ കാണാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോ അവരെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഇടപെടാനൊന്നും പറ്റില്ലല്ലോ. സ്വഭാവം മാറിയില്ലേ, എപ്പോഴാ എന്താ പറയുന്നൊന്നും പറയാൻ പറ്റില്ല. ജലജയാണെങ്കിൽ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, അപ്പോ അവളെ കാണാനായിട്ട് പോയതാ എന്ന്. അഭിയാണെങ്കിൽ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും, ദേവയാനിയെ കാത്ത്. ദേവയാനി വരുന്ന സമയത്ത് അഭി പുറത്തോട്ട് വരുന്നുണ്ട്. എന്താ, നമുക്ക് പോവല്ലേ? അല്ല, ആ പെൺകുട്ടിയുടെ വീട് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണോ? ആ, കുറച്ച് ദൂരമുണ്ട്. അല്ല, ആ കുട്ടിയുടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരിക്കോ? അതിന് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല എന്നോ? എൻ്റെ അടുത്ത് പറഞ്ഞത് കല്യാണം കഴിഞ്ഞതാണെന്നാണല്ലോ. അതിപ്പോ മാമനും ആദർശമൊക്കെ അമ്മായിയുടെ അടുത്ത് സത്യങ്ങളാണോ പറയാറ്? അതുപോലെ എന്തോ കള്ളത്തരങ്ങൾ പറഞ്ഞതാ. ഈ കുട്ടി ഒരു പാവം കുട്ടിയാ, സാധാരണക്കാരി. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ കുട്ടി ചെക്ക് വാങ്ങിക്കുമല്ലോ. ചെക്കൊക്കെ വാങ്ങിക്കും. പിന്നെ ചെക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിക്കും അമ്മായി. അവൾ എന്തായാലും ചെക്ക് വാങ്ങിക്കും. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ കല്യാണമൊക്കെ നല്ല രീതിക്ക് കൊണ്ട് നടക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നാ അഭി മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോ അവളുടെ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് കുറച്ച് പൈസ തട്ടിയെടുക്കാം എന്നൊക്കെ ആയിരിക്കും. എന്നാ നമുക്ക് പോയാലോ? പോവല്ലേ എന്നും പറഞ്ഞ് ദേവിയാനിയും അഭിയും കൂടെ ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്ത് ദേവയാനി രണ്ടും കൽപ്പിച്ചായിരിക്കും കയറി ചെല്ലുന്നത്. എന്തായാലും ഇവന്റെ കള്ളക്കളി ഇന്നത്തോടെ പൊളിക്കണം എന്നായിരിക്കും ദേവയാനി കരുതുന്നത്. ദേവയാനിയോട് വീണ്ടും അഭി ചോദിക്കുന്നുണ്ട്, അമ്മായി ചെക്ക് എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? ഏയ്, അതൊന്നും ഞാൻ മറന്നിട്ടില്ല, അതൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് എന്നും പറഞ്ഞ് ദേവയാനി ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ദേവയാനി ശരണ്യയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. മോളാണോ എന്നെ ജീവൻ രക്ഷിച്ച പെൺകുട്ടി? ഞാൻ എത്ര നാളായി മോൾ എന്ന് കാണണമെന്ന് കരുതിയിട്ട്. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അഭി പറഞ്ഞു മോളെ കണ്ടെത്തിയ കാര്യം. അപ്പം തന്നെ എനിക്ക് മോളെ കാണണമെന്നായിരുന്നു. ഇത് മോളുടെ അമ്മയാണോ? ആ, ഇതെൻ്റെ അമ്മയാ. മോളെ, ഞാൻ മോൾക്ക് ഒരു ചെക്ക് തന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ആദർശ് മോൾക്ക് തന്നെന്നാ പറഞ്ഞത്. മാഡം, ഞാൻ പാരിതോഷികം ആഗ്രഹിച്ചൊന്നുമല്ല ഇക്കാര്യം ചെയ്തത്. എനിക്ക് ഇതിനായിട്ട് ഒന്നും വേണമെന്നില്ല. മോളെ, അങ്ങനെ പറയരുത്. മോൾ ആ പൈസ വാങ്ങിക്കണം. മോൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കട്ടെ. മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ആ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്നാ എൻ്റെ അടുത്ത് ആദർശ് പറഞ്ഞതേ കല്യാണം കഴിഞ്ഞെന്നാ. അത് ഞാൻ പറഞ്ഞല്ലോ അമ്മായി. അമ്മായിയുടെ അടുത്ത് കള്ളം പറഞ്ഞതാ ആദർശും മാമനൊക്കെ. അങ്ങനെ എൻ്റെ അടുത്ത് കള്ളം പറയില്ലല്ലോ. എന്തൊക്കെയോ ഇതിനിടയിലുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അമ്മായി വെറുതെ സംശയിക്കേണ്ട. ഈ കുട്ടി തന്നെയാ അമ്മായിക്ക് ലിവർ തന്നത്. അമ്മായി ധൈര്യമായിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ ചെക്ക് അങ്ങ് കൊടുത്തേക്ക്. അത് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. അതെന്താ അമ്മായി കൊടുക്കുന്നില്ല? നീ ആരെയാടാ പറ്റിക്കുന്നത്? എന്നെയോ? നീ എന്നെയാണോ പറ്റിക്കുന്നേ? ആരാണ് എനിക്ക് ലിവർ തന്നേന്നേ ഞാൻ എന്നേ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നീ എന്നെ കൂടുതൽ ബുദ്ധിമാൻ ചമയണ്ട. എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ പോലും നിനക്ക് തരാനേ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിച്ച് പൈസ ഇട്ടാന്നാ കരുതിയത് അല്ലേ? അതിന് ഈ ദേവയാനി വേറെ ജനിക്കേണ്ടി വരും. തട്ടിപ്പ് കേസിനെ പോലീസിലേൽപ്പിച്ചാലേ നിന്റെ ഗതി അതോ ഗതിയാ. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളും. ഇത് കേൾക്കുന്ന ശരണ്യ പറയുന്നുണ്ട്, മാഡം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനാ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. വേണ്ടത്ര പൈസയും തരാമെന്ന് പറഞ്ഞു. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. നീ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് കള്ളത്തരം പറഞ്ഞില്ലേ? അപ്പോഴേക്കും പോലീസുകാരങ്ങോട്ട് വരുന്നുണ്ട്.
അഭിയാണെങ്കിൽ പോലീസുകാരൻ്റെ കൈ തല്ലി ഒടിച്ചതല്ലേ, ആ ദേഷ്യം മൊത്തം അഭിയോടുണ്ടായിരിക്കും പോലീസുകാരന്. അങ്ങനെ അഭിയെയും ആ പെൺകുട്ടിയെയും തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്.